ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷനെ കുറിച്ചാണ്. ഈ ഒരു മെഡിറ്റേഷന്റെ ലക്ഷ്യം എന്നത് നമ്മളോടും ചുറ്റുമുള്ള സഹജീവികളോടും സ്നേഹവും സഹാനുഭൂതിയും വളർത്തിയെടുക്കുക എന്നതാണ്. ഈ ഒരു മെഡിറ്റേഷനിൽ നമ്മൾ ചില പോസിറ്റീവായ വാക്യങ്ങൾ ഉപയോഗിച്ച് നമ്മളിലേക്കും മറ്റുള്ളവരിലേക്കും സ്നേഹവും കരുണയും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെഡിറ്റേഷൻ ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും അതുപോലെ വൈകാരികവുമായ ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണ്. ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് സന്തോഷത്തിലേക്ക്, ഹാപ്പിനെസ്സിലേക്ക് ഒരു ഡയറക്റ്റ് റൂട്ടായി കണക്കാക്കാം. ഈ ഒരു മെഡിറ്റേഷൻ ദിവസവും ചെയ്യുന്ന വ്യക്തികൾ അവരുടെ ബന്ധങ്ങളിൽ സംതൃപ്തരും ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലുള്ളവരുമാണ്. ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷന്റെ ചില ഗുണങ്ങൾ ഇനി നോക്കാം. ഒന്നാമതായി, ഇറ്റ് പ്രൊമോട്ട്സ് സെൽഫ് കമ്പാഷൻ. സ്വാനുകമ്പ വളർത്തിയെടുക്കാൻ സഹായിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് സ്വയം സ്നേഹിക്കുന്നത് വളരെ പ്രധാനമാണ്. എങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സെൽഫ് കമ്പാഷൻ വളർത്തിയെടുക്കുന്നത് നമ്മിലുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ, ഉദാഹരണമായി സ്വയം കുറ്റപ്പെടുത്തുന്നത്, സെൽഫ് ഡൗട്ട്, ദേഷ്യം, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത എന്നിവയെല്ലാം കുറയ്ക്കാൻ സഹായകരമാണ്. രണ്ടാമതായി, ഡിക്രീസസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മൾ സ്വയം കൂടുതൽ പോസിറ്റീവായി കാണുവാനും സ്നേഹവും കൃതജ്ഞതയും വർദ്ധിപ്പിക്കുവാനും കാരണമാകുന്നു. ഇത് നമ്മിലുള്ള ലൈഫ് സാറ്റിസ്ഫാക്ഷൻ കൂടുവാനും അങ്ങനെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കുവാനും സഹായിക്കുന്നു. മൂന്നാമതായി, റെഡ്യൂസസ് ഫിസിക്കൽ പെയിൻ. ശാരീരികമായ വേദനകളെ കുറയ്ക്കുന്നു. 2005 2014 മറ്റും നടത്തിയ പഠനങ്ങളിൽ പറയുന്നത് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ നടുവേദനയും മൈഗ്രെയിനും മറ്റും കുറയ്ക്കുന്നുവെന്നാണ്. അതുപോലെ തന്നെ ഇവ മൂലമുണ്ടാകുന്ന പോസിറ്റീവ് ഇമോഷൻസ് വേദന സഹിക്കുവാനുള്ള സഹിഷ്ണുത, ടോളറൻസും നൽകുന്നു. നാലാമതായി, ഇംപ്രൂവ്സ് ലോഞ്ചിവിറ്റി. ആയുസ് വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ കോശങ്ങളിൽ കാണുന്ന ക്രോമസോംസിന്റെ എൻഡിൽ കാണുന്ന ടെലോമിയേഴ്സ് എന്ന DNA സ്ട്രക്ചറുകൾ നമ്മുടെ ജനിതകമായ ഇൻഫോർമേഷൻസിനെ സംരക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മളിൽ പ്രായം കൂടുന്നതനുസരിച്ച് ഈ ഒരു ടെലോമിയർ ചെറുതായിക്കൊണ്ടിരിക്കുന്നു, ഷോർട്ടൻ ആയിക്കൊണ്ടിരിക്കുന്നു. കുറെ കാലം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലും ടെലോമിയേഴ്സിന്റെ നീളം കുറയുവാനും അങ്ങനെ കോശങ്ങൾ നശിച്ചു പോകുവാനും കാരണമാകുന്നു. ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു പ്രക്രിയയെ സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നു. 2013 നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് ലവിങ് കൈൻഡ്നസ് മെഡിറ്റേഷൻ ടെലോമിയേഴ്സിന്റെ നീളം കുറെ നാളുകൾ നിലനിർത്തുവാൻ സഹായിക്കുന്നുവെന്നാണ്. ഇത് നമ്മുടെ ലോങ്ജിവിറ്റി, ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നു. അഞ്ചാമതായി, സോഷ്യൽ കണക്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾ മറ്റുള്ളവരിലേക്കും നമ്മുടെ പരിഗണനയും സഹാനുഭൂതിയും നീട്ടുമ്പോൾ മറ്റുള്ളവരുടെ ദയയും കരുണയും നമ്മളിൽ വളരുന്നു. ഇത് മറ്റുള്ളവരുടെ ഫീലിംഗ്സിനെ കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മൾ സ്വയം സഹാനുഭൂതിയോടെയും സ്നേഹത്തോടെയും കാണുന്നത് മൂലം മറ്റുള്ളവരോടും കൂടുതൽ കംഫർട്ടബിളായി പെരുമാറുവാനും അതുമൂലം കൂടുതൽ പോസിറ്റീവ് റിലേഷൻസ് വളർത്തിയെടുക്കുവാനും സാധിക്കുന്നു. ഈ ഒരു മെഡിറ്റേഷനിൽ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ പോസിറ്റീവായ വാക്യങ്ങൾ പറയുന്നു. ഉദാഹരണമായി, മേ ഐ ബി ഹാപ്പി. ഞാൻ സന്തോഷവതിയായിരിക്കട്ടെ, സന്തോഷവാനായിരിക്കട്ടെ. അങ്ങനെയുള്ള പല വാക്യങ്ങൾ പലതവണ മൈൻഡ്ഫുള്ളായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആവർത്തിച്ച ശേഷം ഈ ഒരു കരുതലും പരിഗണനയും മറ്റുള്ളവരിലേക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾ, ഇഷ്ടമുള്ളവർ, അയൽക്കാർ, നമ്മിൽ ബുദ്ധിമുട്ടുളവാക്കിയ വ്യക്തികൾ, അങ്ങനെ അവസാനം ലോകം മുഴുവനിലുമുള്ള ആളുകളിലേക്കും ജീവജാലങ്ങളിലേക്കും നമ്മൾ നീട്ടുന്നു. നമ്മളെ വിഷമിപ്പിച്ച ആളുകളിലേക്ക് ഈ ഒരു സ്നേഹവും കരുണയും നീട്ടുമ്പോൾ ആദ്യം അത് പ്രയാസകരമായി തോന്നിയേക്കാം. എന്നാൽ സഹാനുഭൂതി ആ ഒരു വ്യക്തിയോട് തോന്നുന്നതുവരെ ഈ വാക്യങ്ങൾ ആവർത്തിക്കാൻ ശ്രമിക്കാം. ഈ ഒരു മെഡിറ്റേഷൻ സെപ്പറേറ്റ് ആയി കേൾക്കേണ്ട ആളുകൾക്ക് അത് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്.
ഈ ഒരു മെഡിറ്റേഷൻ സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മളോടും മറ്റുള്ളവരോടുമുള്ള നമ്മുടെ നെഗറ്റീവ് വികാരങ്ങൾ കുറയുന്നു. സ്ട്രെസ്സും ശാരീരികമായ വേദനകളും കുറയുന്നു. എന്നാൽ ഇവ ചെയ്യുമ്പോൾ ഉടനെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കരുത്. എല്ലാ ദിവസവും കുറച്ചു മിനിറ്റുകൾ ഈ ഒരു മെഡിറ്റേഷനായി ചിലവഴിക്കാം. സാവധാനം മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്.